നീറ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ എൻസിആർടി ബയോളജിന്റെ പ്രത്യേകത എന്താ അറിയോ? ഡയഗ്രാം ബേസ്ഡ് ലേണിംഗ് ആണ്. സമ്മറി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഉള്ളി പെയിന്റ് അടിച്ച് വെക്കാൻ നിൽക്കരുത് കേട്ടോ. +1 ആവട്ടെ +2 കെമിസ്ട്രി ആവട്ടെ എൻസിആർടി ഇമ്പോർട്ടന്റ് ആണ്. പീരിയോഡിക് ടേബിൾ ജസ്റ്റ് കോഡൊക്കെ ഒന്ന് വെച്ച് പഠിക്കാം. നീറ്റ് എക്സാമിനേഷന് ഓൾമോസ്റ്റ് 80% ഓഫ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് എൻസിആർടി എന്നാണ് വരാറ്. നിങ്ങൾക്ക് ഇത് അറിയാതിരിക്കാൻ വഴിയില്ല. പക്ഷേ എൻസിആർടി എങ്ങനെ എഫക്റ്റീവായി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയുന്നുണ്ടാവില്ല. എല്ലാ നീറ്റ് ആസ്പിറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. നമ്മളെ കയ്യിലുള്ള എൻസിആർടി, നിങ്ങളുടെ കയ്യിൽ കുറേ ഗൈഡുകൾ ഉണ്ടാവും, കുറേ വേറെ ബുക്കുകൾ ഉണ്ടാവും, മാപ്പ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇതായിട്ടുള്ള എൻസിആർടി മീൻസ് നീറ്റിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ എൻസിആർടി എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ലാസ്റ്റ് വരെ കാണണം. നമ്മൾ അതിന്റെ ഓരോ ടിപ്സും പറയുന്നതായിരിക്കും കേട്ടോ. സോ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ എൻസിആർടി. ടിപ്പ് 1. ഫസ്റ്റ് ടിപ്പ് എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം സ്ട്രക്ചർ ഓഫ് ദി എൻസിആർടി. എൻസിആർടിയിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക? ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടാവും, ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ടാവും, ഫിഗർ കൊടുത്തിട്ടുണ്ടാവും, ടേബിൾസ് കൊടുത്തിട്ടുണ്ടാവും. എൻസിആർടിയിലെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആട്ടോ. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ഒക്കെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഫസ്റ്റ് 1, നോ ദ സ്ട്രക്ചർ ഓഫ് എൻസിആർടി. എൻസിആർടിയിലെ എല്ലാ സംഭവം ഇമ്പോർട്ടന്റ് ആണ്. ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഏതൊക്കെ ഹൈലൈറ്റ് ചെയ്യണം, ഏതൊക്കെ ടെർമിനോളജീസ് ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ എൻസിആർടിയുടെ സൈഡിലെ ഓരോ പേജിലും നിങ്ങൾക്ക് ഇത്ര സൈഡ് അവർ ഫ്രീ ആയി കൊടുത്തിട്ടുണ്ടാവും. എല്ലാ പേജിന്റെ ഇത്ര സൈഡ് നിങ്ങൾക്ക് ഫ്രീ ആയി കൊടുത്തിട്ടുണ്ടാവും. ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് പോലെ എഴുതി വെക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുണ്ട്, ആ പാരഗ്രാഫിൽ എന്താണോ ഇമ്പോർട്ടന്റ് അത് നിങ്ങൾക്ക് എഴുതി വെക്കാനുള്ള ഒരു സൈഡാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സൈഡ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കളർ പെൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അധികം ടൈം എടുക്കാതെ ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്തെടുക്കാവുന്ന കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ്. ഇപ്പൊ അഡാപ്റ്റീവ് റേഡിയേഷൻ, അത് ഇതവർ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ, ഹോമോലോഗസ്, ഡൈവേർജന്റ്, എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോൾഡ് ആയിട്ട് കൊടുക്കുന്ന വേർഡ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിയാം. ആ ഈ വേർഡ്സ് മീൻസ് അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കാണാതെ പഠിക്കലല്ല, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഈ ബോൾഡ് ആയിട്ട് കൊടുത്ത എല്ലാ വേർഡ്സും ടേംസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എൻസിആർടി നിങ്ങൾ വായിക്കുന്ന ടൈമിൽ ഇതിനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണേ. ഇനി ബയോളജി എൻസിആർടി നമ്മൾ എങ്ങനെ വായിക്കാൻ പോകുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബയോളജി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റുമാണ്. ഓൾമോസ്റ്റ് എല്ലാ നീറ്റ് ആസ്പിറൻസിനും നീറ്റ് എക്സാമിന് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സബ്ജക്റ്റും ബയോളജി തന്നെ ആയിരിക്കും. ഞാൻ ഉൾപ്പെടെ ആളാണ്, ഞാനും ബയോളജി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ബയോളജി എൻസിആർടി നിങ്ങളുടെ കയ്യിൽ തന്നു. കെമിസ്ട്രിയും ബയോളജിയും ആയിട്ടോ നമ്മൾ എൻസിആർടി ഏറ്റവും കൂടുതൽ നോക്കുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കെമിസ്ട്രിയും ബയോളജിയും തന്നെയാണ്. ഫിസിക്സിനാണ് നമ്മൾ അധികം യൂസ് ചെയ്യില്ല. റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ റിവിഷന്റെ ടൈമിലൊക്കെ ഒരു പ്രാവശ്യം എൻസിആർടി വായിക്കാന്നൊക്കെ ഉള്ളൂ. അതല്ലാതെ അതിൽ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞെടുത്താൽ മതി. കെമിസ്ട്രിക്കും ബയോളജിക്കും നമ്മൾ മാക്സിമം അല്ലെ എഫക്റ്റീവ് ആയിട്ട് എൻസിആർടി യൂസ് ചെയ്യണം കേട്ടോ. ബയോളജിന്റെ പ്രത്യേകത എന്താ അറിയോ? ഡയഗ്രാം ബേസ്ഡ് ലേണിംഗ് ആണല്ലേ. ഇപ്പൊ ഇതിൽ കണ്ടില്ലേ കുറേ ഡയഗ്രാം. മാർസിപ്പിൾ റേഡിയേഷൻ കൊടുത്തിട്ടുണ്ട്, ഡാർവിൻ ഫിഞ്ചസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫാമിലി ട്രീ ഓഫ് ഡൈനോസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കൂ, നാച്ചുറൽ സെലക്ഷന് ഡിഫറെന്റ് ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ സ്റ്റെബിലൈസിങ് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷണൽ ഡിസ്റപ്റ്റീവ്. നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ സെന്റൻസ് വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഡയഗ്രാംസ് കണ്ടാലേ, അതിൽ വിഷ്വലി നമ്മൾ എന്തെങ്കിലും കണ്ടാലേ നമുക്ക് ആ ഒരു ഫോട്ടോ മെമ്മറി എന്ന് പറഞ്ഞ സംഭവം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബയോളജി എൻസിആർടിയിൽ അവർ കുറെ ഫിഗേഴ്സും ഡയഗ്രാംസും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറും. എക്സാം എഴുതുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ എൻസിആർടിയിൽ കൊടുത്ത ഒരു ഡയഗ്രാമും വേസ്റ്റ് അല്ല കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എല്ലാ ഡയഗ്രാംസും ഒന്ന് റെഫർ ചെയ്തിട്ടെങ്കിലും പോകണം. ഒരു പക്ഷേ ഈ ഡയഗ്രാംസ് കൊടുത്തിട്ട് ഇതിന്റെ നടുവിൽ എന്താണ് ഉള്ളതെന്നായിരിക്കും അവർ എക്സാമിന് ചോദിക്കുക. അല്ലെങ്കിൽ മാർസിപ്പിൾ റേഡിയേഷന് ഓരോ ഫിഗർ കൊടുത്തിട്ട് ഇതിന്റെ ഒക്കെ പേരുകളായിരിക്കും ചോദിക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ, എല്ലാ ഡയഗ്രാമും ഇമ്പോർട്ടന്റ്. അപ്പൊ ബയോളജിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കുന്നത് ഡയഗ്രാം ബേസ്ഡ് ലേണിംഗ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ 80% നീറ്റിന് എക്സാമിനേഷന് വന്നത് എൻസിആർടി എന്നാണ്, ഡയറക്റ്റ് ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാ അറിയോ? ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അഡീഷണൽ എക്സസൈസസ്, അല്ല അതിന്റെ ഇടയിലുള്ള എല്ലാ എക്സസൈസും വന്നത് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈവൻ കെമിസ്ട്രിയിൽ വരെ ഇവൻ ഡിജിറ്റ് മാത്രം മാറ്റിയിട്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ഈ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പോലെ ന്യൂമറിക്കൽസ് ഉള്ള ചാപ്റ്റർ എന്നൊക്കെ അങ്ങനെ തന്നെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ബയോളജിന്റെ കേസിൽ അത് തന്നെയാണ്. അവസാനം വരുന്ന എക്സസൈസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സമ്മറി ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. സമ്മറിയിൽ നോക്കുക. ഒരു പക്ഷെ നിങ്ങളുടെ ചാപ്റ്ററിൽ പറയാത്ത ചില കാര്യങ്ങൾ സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 മാർക്ക്
നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് NCERT പഠിക്കാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഡൗട്ട് എന്താ അറിയോ, NCERT മീൻസ് ബയോളജി NCERT എപ്പോഴൊക്കെ വായിക്കേണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് ആവട്ടെ, മന്ത്ലി എക്സാംസ് ആവട്ടെ, ഫുൾ മോക്ക് ടെസ്റ്റ് ആവട്ടെ, ഇതിനൊക്കെ ഒരു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, ബയോളജി എന്ത് ചെയ്യും, കാണാതെ പഠിച്ചിട്ട് പല ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കിയിട്ട് പോകും. അങ്ങനെ പോകരുത്. എക്സാമിന് എഴുതാൻ പോകുമ്പോൾ ആ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത് അതൊന്ന് വായിച്ചിട്ട് പോവുക. ജസ്റ്റ് ഒന്ന് വായിക്കുക. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വര വരച്ചിട്ടുണ്ടാവും, സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതെങ്കിലും നോക്കിയിട്ട് പോവുക. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഫുള്ളി പെയിന്റ് അടിച്ച് വെക്കാൻ നിൽക്കരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരും ബയോളജിയിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പോകുന്നതിന് മുന്നേ ബയോളജി ടെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 4 ഓപ്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ രാവിലെ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓർമ്മയിലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എപ്പോഴും പറയാ, ഒരു ക്വസ്റ്റ്യന് 1/2 മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ ബയോളജിയിൽ. ബാക്കിയുള്ള സമയം നമുക്ക് എല്ലാം കൂടെ എടുത്തിട്ട് ഫിസിക്സിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് NCERT ഫോർ കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. +1 ആവട്ടെ, +2 കെമിസ്ട്രി ആവട്ടെ, NCERT ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ CBSE പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, എല്ലാവരും ബോർഡ് എക്സാമിന് വേണ്ടി NCERT യൂസ് ചെയ്യാറുണ്ടാവും. സ്റ്റേറ്റിലാവുമ്പോഴാണ് നമ്മൾ ആ ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുക. അപ്പൊ NCERT എന്തായാലും നോക്ക്. P ബ്ലോക്ക്, D ബ്ലോക്ക്, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ചാപ്റ്റേഴ്സ് ഇല്ലേ, ഈ ചാപ്റ്റേഴ്സ് ഇലക്ട്രോ കെമിസ്ട്രി കേട്ടോ, ഇലക്ട്രോ കെമിസ്ട്രി, സൊല്യൂഷൻസ്, ഇങ്ങനെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഇനോർഗാനിക് ചാപ്റ്റേഴ്സ്, ഓർഗാനിക് ചാപ്റ്റേഴ്സ്, ഈ എല്ലാ ചാപ്റ്റേഴ്സിലും NCERTൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ P ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ചാപ്റ്റർ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഡൈനൈട്രജന്റെ പ്രിപ്പറേഷൻ ആട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. P ബ്ലോക്ക് എലമെന്റ്സ്, D ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ എന്തായാലും NCERT വായിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. നിങ്ങൾ എന്തായാലും നീറ്റിന് പോകുന്ന സമയത്ത് ആ NCERT നോക്കിയിട്ട് പോകണം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിളിൽ ജസ്റ്റ് കോഡൊക്കെ ഒന്ന് വെച്ച് പഠിക്കാം. നമുക്കിനി വരാൻ പോകുന്ന കെമിസ്ട്രി ക്ലാസ്സസിലൊക്കെ കോഡൊക്കെ വെച്ച് രസകരമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അതിനുവേണ്ടി DNL ലേണിംഗിന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ P ബ്ലോക്ക് ആവട്ടെ, D ബ്ലോക്ക് ആവട്ടെ, ഇവരൊക്കെ ഒന്ന് കാണാതെ പഠിച്ച്, എലമെന്റ്സ് ഒക്കെ ഒന്ന് ഓർഡറിൽ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യുക, കുറെ മെക്കാനിസം ഓഫ് റിയാക്ഷൻസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നെയിം റിയാക്ഷൻസ് ഉണ്ടാവും. ഇത് ടെക്സ്റ്റിൽ ഉള്ള പോലെ തന്നെ പഠിച്ചാൽ മതി. നിങ്ങളൊരു ന്യൂസ് പ്രിന്റ് എടുക്കുക, ടെക്സ്റ്റ് വായിക്കുക, ന്യൂസ് പ്രിന്റിൽ എന്ത് ചെയ്യുക, ഈ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് എഴുതുക, വീണ്ടും എഴുതി പഠിക്കുക, മെക്കാനിസം ഓഫ് റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഫീഡാവും. NCERT ഒരിക്കലും ഇഗ്നോർ ചെയ്തിട്ട് ആവരുത്. നിങ്ങളുടെ നീറ്റിന്റെ പഠിത്തം ഉണ്ടാവരുത്. NCERT യൂസ് ചെയ്ത് തന്നെ ആയിരിക്കണം പഠിക്കുന്നത്. NCERT യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കുറയാൻ പോകുന്നില്ല, കൂടെ ചെയ്യുക, ഇമ്പ്രൂവ് ആവാനുള്ള. അപ്പൊ ആരെങ്കിലും ഒരു 300-400 റേഞ്ചിൽ നിൽക്കുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഒരു പക്ഷേ എക്സ്റ്റേണൽ ഗൈഡ് ആയിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. NCERTക്ക് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ NCERT എടുത്ത് വായിച്ചു നോക്കൂ. NCERTയിൽ ഓരോ ലൈൻസും നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കൂ. അതിൽ മാത്രം പഠിക്കുക, ആ കോൺസെപ്റ്റ് വെച്ചിട്ട് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് നിങ്ങളെ സ്കോർ എന്തായാലും കൂടും. ഒരു 500-600 ഞാൻ ഗ്യാരണ്ടി, ഒരു 500-600 നിങ്ങൾക്ക് സ്കോർ കൂടും. അങ്ങനെയാണ് എൻ്റെതും കൂടിയത്. എനിക്കൊരു 450 മാർക്ക് കിട്ടുന്ന ടൈമിൽ ഞാൻ എക്സ്റ്റേണൽ ഗൈഡ്സ് മാത്രമേ യൂസ് ചെയ്തത്. എൻ്റെ ഇതിൽ ഒക്കെ NCERT ഒക്കെ വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എക്സ്റ്റേണൽ ഗൈഡുകൾ മാത്രം ചെയ്താൽ മാത്രം നീറ്റ് കിട്ടും എന്നുള്ളൊരു വിചാരം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം തകർത്ത് തന്നത് എൻ്റെ മാർക്കാണ്. എനിക്കൊരു 450 മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രം നീറ്റ് കിട്ടാൻ പോകുന്നില്ല. NCERTയിലേക്ക് ഇറങ്ങി, NCERT വായിക്കാൻ തുടങ്ങി. 3 സബ്ജക്റ്റിന് NCERT. ഫിസിക്സ് അത്ര യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കെമിസ്ട്രിയും ബയോളജി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മാർക്ക് കൂടാൻ തുടങ്ങിയത്. ഒരു 500 റേഞ്ചിന് മുകളിൽ മാർക്ക് കൂടി. കൂടുതലായിട്ട് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസും ചെയ്യാൻ തുടങ്ങി. 600 മാർക്കിന് മുകളിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാംസ് ഒക്കെ 500-400 റേഞ്ചിലെ മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ അടിയിലാണ് നിങ്ങളെ മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ എന്തായാലും NCERT നിങ്ങൾ യൂസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. NCERT യൂസ് ചെയ്യുക. ആ ടൈമിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മാർക്ക് എന്തായാലും കൂടും. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാർക്ക് കൂടും. അപ്പോൾ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ പറയാം കേട്ടോ. അപ്പോൾ NCERT നമുക്ക് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ NCERTയിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം കേട്ടോ. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. കെമിസ്ട്രിക്കും ബയോളജിക്കും, ബയോളജി ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ വായിക്കാനും സമയം ഉണ്ടാവും. കെമിസ്ട്രി ഒരു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഇത് വായിക്കാൻ പറ്റിയെന്ന് വരില്ല, അത്ര ഇൻട്രസ്റ്റിംഗും അല്ല വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ ഒരു സെൻറ്റൻസ് വായിച്ചാൽ പാരഗ്രാഫ് വായിച്ചിട്ട് മനസ്സിലായത്, അതിൻ്റെതായ രീതിയിൽ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കാൻ നോക്കുക.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക, സർക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. 2 കാര്യങ്ങൾ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു ടച്ച് പോവാതിരിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ NCERT കൂടുതൽ പുറത്തുള്ള എക്സ്റ്റേണൽ ഗൈഡൊന്നും യൂസ് ചെയ്യാതെ NCERT നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. സോ ഇനിയും വരാൻ പോകുന്ന സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് ടു DNA Learning and happy learning.